വിശദമായ റിപ്പോർട്ടുകളിലേക്ക് 15 മിനിറ്റ് കൊണ്ട് കേരളത്തിലെവിടെയും ലഹരി കിട്ടുന്ന അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലഹരിയെ നേരിടാൻ കുറെ കൂടി ഗൗരവമായ പ്ലാൻ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കുട്ടികളിൽ ആക്രമോത്സുകത വർദ്ധിക്കുകയാണെന്നും എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ച വിശദമായ ചർച്ച വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള ലഹരിക്കെതിരെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ വാദം മുഖ്യമന്ത്രി തള്ളി. സിനിമയിലെ അക്രമവാസന പരിശോധിക്കണം, റാഗിംഗ് ക്യാമ്പസുകളിൽ തിരിച്ചുവരുന്നു, എങ്ങനെ നേരിടണമെന്നത് ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി. ലഹരിക്കെതിരെ ഒരുമയാണ് വേണ്ടതെന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൗരവമായി നാം പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇപ്പോൾ പൂർത്തിയായോ? ഈ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയായുള്ള വാക്പോരിനപ്പുറത്തേക്ക് സമൂഹം വലിയ തോതിൽ ഗൗരവതരത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ക്രിയാത്മകമായ എന്ത് ഇടപെടലും നിർദ്ദേശങ്ങളുമാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്? വിവരങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ, ആദ്യം കുറച്ച് തർക്കങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രിയാത്മകമായ ചർച്ചയാണ് നിയമസഭയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചു. 2 സോണുകളായി തിരിച്ച് 2 ഐജിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം നടത്തണം. മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ലഹരി വരുന്നത്. കൃത്യമായ പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ലഹരി കൊണ്ടുവരാൻ വേണ്ടി അവർ മടിക്കും. അതുപോലെ തന്നെ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മുഖ്യമന്ത്രി ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്ത് സംസാരിച്ചെങ്കിലും ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ആ വിഷയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വിഷയത്തിന്റെ കാരണങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനൊരു അക്രമവാസന ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഊന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുട്ടികൾക്ക് കളിസ്ഥലം ഇല്ലാത്തത്, കുട്ടികൾ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാകുന്നത്, കുട്ടികൾ വളരുന്ന അവസ്ഥ, കുട്ടികളുടെ ജീവിതം ഒരു പെട്ടിയായി മാറുകയാണ്. വീട്ടിലെ റൂം ഒരു പെട്ടി, അതുപോലെ തന്നെ സ്കൂൾ ഒരു പെട്ടി, സ്കൂളിലെ ക്ലാസ് മുറി ഒരു പെട്ടി, സ്കൂൾ ബസ് ഒരു പെട്ടി, അങ്ങനെ ഓരോ പെട്ടികളായി കുട്ടികളുടെ ജീവിതം മാറുകയാണ്. വൈകിട്ട് കളിക്കാൻ സ്ഥലങ്ങളില്ലാതെ മാറുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാകുന്നു. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ശത്രുക്കളായി മാറുന്നു. അങ്ങനെ ആ വിഷയത്തിലൂന്നി വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള സംസാരമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിലായി ആ പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വിശാല യോഗം കേരളത്തിലെ സിനിമ, സാംസ്കാരിക, സാഹിത്യ രംഗത്തെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ഇടപെടുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാവരും കൂടി ചേർത്തുകൊണ്ട് ഒരു വിശാല ആലോചനാ യോഗം, ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളത് സംബന്ധിച്ച് ഒരു വിശാല ആലോചനാ യോഗം ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ കൂട്ടായിട്ടാണ് ഒരു അഭിപ്രായം നിയമസഭയിൽ ഉണ്ടായത്. ഒടുവിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ഉപക്ഷേപം സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം രമേശ് ചെന്നിത്തല പിൻവലിക്കുകയാണ് ചെയ്തത്. അതായത് സഭയുടെ പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ സർക്കാരിന്, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ സഭയിൽ സർക്കാരിന് കിട്ടിയിരിക്കുന്നു. അങ്ങനെ വിശാല ആലോചനാ യോഗം വേഗത്തിൽ തന്നെ വിളിക്കാം എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. സെയ്ഫ, വളരെ പോസിറ്റീവായ ചർച്ചയാണ് നടന്നത്. ഇടക്ക് ചില വാക്പോരുകളൊക്കെ നടന്നെങ്കിൽ കൂടിയും ഈ പോസിറ്റീവായ സമീപനങ്ങൾ മാത്രം എടുക്കാം എന്നുള്ളൊരു കൺക്ലൂഷൻ ആ ചർച്ചയ്ക്കുണ്ടാവുകയും ചെയ്യുന്നു. അത് നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇടയ്ക്കൊക്കെ ഈ നവകേരള മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച വിഷയം വി ഡി സതീശൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് SFIക്കാരുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്നതും കണ്ടു. അങ്ങനെ പ്രതിപക്ഷത്തിനെതിരെയും ഒപ്പം ഭരണപക്ഷത്തെ അടിക്കാനുള്ള ആയുധങ്ങളൊക്കെ ഈ പോസിറ്റീവ് ചർച്ചകൾക്കിടയിലും അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിക്കുന്നതും കൂടി കണ്ടു. സ്വാഭാവികമായിട്ടും ഒരു അടിയന്തര പ്രമേയ ചർച്ച നടത്തുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെയും പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെയും സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. അതിനകത്ത് രാഷ്ട്രീയം കലർത്താതെ വെറും വിഷയങ്ങൾ മാത്രം ഊന്നി സംസാരിക്കുന്ന ഒരു അടിയന്തര പ്രമേയം നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് സമാനമായ രീതിയിലുള്ള ചർച്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം രമേശ് ചെന്നിത്തല, പ്രമേയ അവതാരകനായ രമേശ് ചെന്നിത്തല വിഷയത്തിലൂന്നി സംസാരിച്ചു വരുന്നു. പിന്നീട് TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂന്നി കുറച്ചു നേരം സംസാരിക്കുന്നു. ഇതോടുകൂടിയാണ് മുഖ്യമന്ത്രി ശുഭിതനായി എഴുന്നേറ്റുകൊണ്ട്
മറ്റു വിഷയത്തിലൂന്നിയല്ല സംസാരിക്കുന്നത് എന്നുള്ള പരാതി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തമ്മിലുള്ള വാക്പോര് കണ്ടു. പ്രതിപക്ഷ നേതാവ് പിന്നീട് സംസാരിക്കുമ്പോൾ നവകേരള സദസ്സിന് ഇടയിലുണ്ടായ അക്രമത്തെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് ഈ അക്രമം നടത്താനുള്ള ഒരു അനുവാദം നൽകലായി പോയി, ഒരു സമ്മതം നൽകലായി പോയി, ഒരു സന്ദേശം നൽകലായി പോയി എന്ന് മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതിന് മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നേരിട്ടുള്ള സംഘടന SFI ആണ്, 35 പേരെ കൊലപ്പെടുത്തി, അതിൽ 13 പേരെ KSCക്കാരാണ് കൊലപ്പെടുത്തിയത് എന്നർത്ഥം അടക്കമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോയത്. പിന്നീട് അത് രാഷ്ട്രീയത്തിൽ നിന്ന് വിഷയത്തിന്റെ യഥാർത്ഥ കാതലായ ഭാഗത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയവും വിഷയവും ഇടകലർന്നുകൊണ്ടുള്ള ഒരു സമീപകാലത്ത് നിയമസഭയിൽ ഉണ്ടായ വിഷയത്തിലൂന്നി വലിയ ആഴത്തിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിൽ കാണാൻ കഴിഞ്ഞത്.